നമ്മളിൽ പലരും വീടുകളിൽ പട്ടികളെയും പൂച്ചകളെയും വളർത്തുന്നവരാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ സിംഹവും കടുവയും പോലുള്ള വന്യമൃഗങ്ങളെ വളർത്താറുണ്ട്. ചിലപ്പോൾ ഇവർ അപ്രതീക്ഷിതമായി നമ്മളെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. വളർത്തുമൃഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വന്യമൃഗങ്ങളെ വീടുകളിൽ വളർത്തുകയും അവരിൽ നിന്ന് ആക്രമണം നേരിടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തവരെക്കുറിച്ചാണ്. പുറം രാജ്യങ്ങളിലെ ചില സമ്പന്ന കുടുംബങ്ങളിൽ ചിമ്പാൻസികളെ വളർത്താറുണ്ട്. അമേരിക്കയിലുള്ള സാൻഡ്ര ഹാറോൾഡ് എന്ന സ്ത്രീ ട്രാവിസ് എന്നുപേരുള്ള ഒരു ചിമ്പാൻസിയെ 14 വർഷമായി വളർത്തുകയായിരുന്നു. എന്നാൽ 2009 അവരുടെ സുഹൃത്തായ ചാർല നാഷ് സാൻഡ്രയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. അവർ അവിടെ എത്തിയപ്പോഴാണ് ഭയാനകമായൊരു കാഴ്ച കണ്ടത്. ട്രാവിസ് എന്ന ചിമ്പാൻസി സാൻഡ്ര ഹാറോൾഡിനെ ആക്രമിക്കുകയായിരുന്നു. ഇത് കണ്ട ചാർല തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. അവസാനം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ചിമ്പാൻസിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പോലീസ് കൃത്യസമയത്തെത്തിയതുകൊണ്ട് സാൻഡ്രയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ ആക്രമണത്തിൽ അവർക്ക് കൈവിരലുകളും കാൽവിരലുകളും നഷ്ടപ്പെട്ടു. വലിയ ചികിത്സകളിലൂടെയും ശസ്ത്രക്രിയകളിലൂടെയുമാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. കാനഡയിലെ ഹാലിബർട്ടൺ ഫോറസ്റ്റ് വുൾഫ് സെന്ററിലെ ജീവനക്കാരിയായിരുന്നു സാന്ദ്ര പ്യുവസൻ. വന്യജീവികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവർക്ക് ചെന്നായ്ക്കളോട് അതിയായ സ്നേഹവും അടുപ്പവുമുണ്ടായിരുന്നു. ഈ സ്നേഹബന്ധത്തിന്റെ ഭാഗമായി ഒരിക്കൽ സെന്ററിൽ നിന്ന് 9 ചെന്നായ്ക്കളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്താൻ സാന്ദ്ര തീരുമാനിച്ചു. ഏകദേശം 1.5 വർഷത്തോളം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ ചെന്നായ്ക്കളെ അവർക്ക് സ്വന്തം വീടിന്റെ ചുറ്റുപാടിൽ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും വളർത്താൻ കഴിഞ്ഞു. സാന്ദ്രയും ചെന്നായ്ക്കളും തമ്മിൽ ശക്തമായ ഒരു അടുപ്പം രൂപപ്പെട്ടിരുന്നു. എന്നാൽ 2006 ജൂലൈ 17 രാത്രിയിൽ അപ്രതീക്ഷിതമായി ഒരു ദുരന്തം സംഭവിച്ചു. സാന്ദ്ര അത്രയധികം സ്നേഹിച്ച ആ 9 ചെന്നായ്ക്കളിൽ 2 എണ്ണം അവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ സാന്ദ്രയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രാത്രിയിലായിരുന്നു ഈ സംഭവം നടന്നതെന്നതിനാൽ സഹായത്തിനായി ആരെയും വിളിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇനി ഒരു മുതലയെ വളർത്തി അപകടത്തിൽപ്പെട്ട മാർക്ക് ജോൺസൺ എന്ന 58 വയസ്സുകാരനെക്കുറിച്ചാണ്. മാർക്ക് ജോൺസൺ തന്റെ വീടിനടുത്തുള്ള ഒരു കുളത്തിൽ 8 വർഷത്തോളം ഒരു മുതലയെ വളർത്തിയിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം തന്നെയാണ് ഈ മുതലയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നത്. അങ്ങനെയിരിക്കെ 2019 ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം മുതലയ്ക്ക് ഭക്ഷണം നൽകുന്നതിനിടെ മുതല അദ്ദേഹത്തിന്റെ കാലിൽ കടിക്കുകയും വെള്ളത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ ആഴത്തിലുള്ള മുറിവുകളോടെയാണെങ്കിലും മാർക്ക് ജോൺസൺ രക്ഷപ്പെട്ടു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി. ഈ മുതല മറ്റുള്ളവർക്കും ഭീഷണിയാകുമെന്നതിനാൽ അതിനെ മറ്റൊരു മൃഗശാലയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വളർത്തുമൃഗങ്ങളോടുള്ള നമ്മുടെ സ്നേഹം നല്ലതാണ്. പക്ഷേ വന്യമൃഗങ്ങളെ വളർത്തുമ്പോൾ അവയുടെ സ്വാഭാവികമായ സ്വഭാവവും അപകടസാധ്യതകളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പൂച്ചകളെയും പട്ടികളെയും വളർത്തുന്നതുപോലെ തന്നെയാണ് പല വിദേശ രാജ്യങ്ങളിലും കടുവകളെയും വളർത്തുന്നത്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്ന സംഭവം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. 2013 ആന്റണി യാർഡ്സ് എന്നയാൾ മങ് എന്ന തന്റെ പെൺകടുവയെ നിയമവിരുദ്ധമായി വിൽക്കാൻ വേണ്ടി വീട്ടിലെ കൂട്ടിൽ അടച്ചിട്ടിരുന്നു. മൃഗങ്ങളെ ഇങ്ങനെ നിയമവിരുദ്ധമായി വിൽക്കുന്ന ഒരാളാണ് ആന്റണി. ഈ കടുവയെയും വിൽക്കാനാണ് അയാൾ വീട്ടിൽ കൊണ്ടുവന്നത്. കടുവയ്ക്ക് ഭക്ഷണം നൽകുന്നതിനിടെ അത് അയാളുടെ കൈയിൽ കടിച്ചു. വിവരമറിഞ്ഞ പോലീസ് ആന്റണിയെ അറസ്റ്റ് ചെയ്യുകയും കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തു. അടുത്തതായി സ്വന്തം വീട്ടിൽ സിംഹത്തെ വളർത്തി ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ന്യൂസിലൻഡിലുള്ള ഒരു വ്യക്തി 16 വർഷമായി തന്റെ വീട്ടിൽ ഒരു സിംഹത്തെ വളർത്തിവരികയായിരുന്നു. എന്നാൽ 1925 അദ്ദേഹം വളർത്തിയ ആ സിംഹം ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ കടിച്ചുകൊന്നു. ഈ ദമ്പതികൾ വീട്ടിൽ വളർത്തിയിരുന്നത് സാധാരണ വളർത്തുമൃഗങ്ങളായ നായയോ പൂച്ചയോ ആയിരുന്നില്ല. പകരം ഒരു പൈത്തൺ ഇനത്തിൽപ്പെട്ട പെരുമ്പാമ്പിനെയാണ്. എന്നാൽ 2010 ദാരുണമായ ഒരു സംഭവം നടന്നു. ഇവരുടെ 2 വയസ്സുകാരി മകൾ ഷായിന ഹാറയുടെ കഴുത്തിൽ ഈ പാമ്പ് വലിഞ്ഞുമുറുകി കുട്ടിക്ക് ശ്വാസം കിട്ടാതെ മരണം സംഭവിച്ചു. പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും പാമ്പുകുട്ടിയുടെ കഴുത്തിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറായില്ല. ഒടുവിൽ പാമ്പിനെ കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചുള്ളൂ. വീട്ടിൽ അനധികൃതമായി പാമ്പിനെ വളർത്തിയതിന് കോടതി ദമ്പതികൾക്ക് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചു.